ഇതിലോട്ടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. കാരണമുണ്ട്, നമ്മൾ ഈ തെങ്ങുമുട്ടിയിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കയറ്റിവിട്ടത്. ഇതൊരു 3-4 വർഷമായിട്ടോ, 3 വർഷത്തിൽ കൂടുതലായി ഇതിനെ ഇങ്ങനെ നട്ടിട്ട്. അപ്പോൾ എന്തു പറ്റി? തെങ്ങുമുട്ടി ചെത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം കൂടി ഇത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് നേരെയാക്കാൻ പോവുക. നോക്കാം. ഇത് നട്ടിട്ട് വർഷം 3-4ആയി, കായ്ക്കില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആ വിശ്വാസമൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇവൻ ഇപ്രാവശ്യം അങ്ങ് കായ്ച്ചു. ഇതേ നമ്മളൊരു മെറ്റൽ ഫ്രെയിമും അതിൻ്റെ കൂടെ ഒരു ടയറും ഒക്കെ കൊടുത്താണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ നിർത്തിയിരുന്നത്. പക്ഷേ ഇതിനെ ഹോൾഡ് ചെയ്തിരുന്ന തെങ്ങുമുട്ടി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെത്തു. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒന്നുമില്ല. ഇത് മൂടോടെ പോകേണ്ട സമയമായി. അതിനൊരു ആഡഡ് എഫക്റ്റായിട്ടേ വേറൊരു കാര്യം കൂടെ ഈ തെങ്ങും കുറ്റിയിൽ സംഭവിച്ചു. ഈ മരം കൊത്തികളെ വന്ന് സ്ഥിരം ഇതിനകത്തായിരുന്നു കൂട് കൂട്ടുന്നത്. അങ്ങനെ ഈ മരം അവർ കൊത്തി കംപ്ലീറ്റ് അകം പൊള്ളയാക്കി കളഞ്ഞു. അപ്പോൾ ഇനി അധികം കാലമൊന്നും ഇവർ നിൽക്കില്ല. അപ്പോളേ ഈ ചെരിഞ്ഞ് നിൽക്കുന്ന തെങ്ങും കുറ്റിയെ പിടിച്ച് ഒന്ന് നേരെയാക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ ടാസ്ക്. എത്രത്തോളം ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു പൈപ്പ് സെലക്ട് ചെയ്തു. ഇനി അത് മണ്ണിൽ ഉറപ്പിക്കണം. ആദ്യമേ തന്നെ അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് താഴെ മണ്ണ് വെട്ടി നമ്മുടെ ആ മെറ്റൽ ഫ്രെയിമിനകത്ത് നിൽക്കണം. ആ പൈപ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മുറിക്കുക. ഇനി ഇവിടെ കൂടെ വേണം. ഇത് കെട്ടണ്ടേ? ഓക്കെ. ഇത് 3 എണ്ണം വേണം. 1, 2, 3 എണ്ണം. അടുത്ത അവിടെ ഒരാട്ടം ഉണ്ട്. ഇതേ രണ്ടാമത്തെ താങ്ങായിട്ടുള്ള പൈപ്പ് മണ്ണിലേക്ക് കുഴിച്ചിടുവാണ്. മണ്ണായതുകൊണ്ടേ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. കറക്റ്റായി. ഇനി ഈ സൈഡ് ചേട്ടാ, ഈ സൈഡ് പോകും. ഇപ്പോൾ ഇവിടെ ഇല്ലില്ല, പോകും. ആടുന്നു കേട്ടോ. ഇവിടെ ഒരെണ്ണം കൂടെ വേണം. ഞങ്ങളിപ്പം 2 കാല് കൊടുത്തു. ഇനി അപ്പുറത്തെ സൈഡ് കൂടെ ബാലൻസ് ചെയ്യണം. ഈ പഴയ പൈപ്പുകൾ കിടന്നൊക്കെ ഉപകാരമായി കേട്ടോ. പല പ്രാവശ്യം ഇതൊക്കെ എടുത്ത് ആക്രിക്ക് കൊടുക്കാനിരുന്നതാണ്. കറക്റ്റ് ഹൈറ്റല്ലേ നിൽക്കില്ല ബാലൻസ്ഡ് ആയിട്ട്. ചേട്ടാ, ഒരെണ്ണം കൂടെ ഇത് ആടുവാ. താഴെ വീഴും. ഇല്ല, ഇനി ഒന്നുകൂടെ വേണം. ഇവിടെ കൂടെ ഒരെണ്ണം കൊടുക്കണം. വേണം, അല്ലേ നിൽക്കില്ല. അതെ ഞാൻ കൈവിട്ടാൽ ഇത് താഴെ പോവും. അങ്ങനെ 3 കാല് കൊടുത്ത് ഞങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് നിർത്തിയിരിക്കുക. പക്ഷേ ഇത് പോരാ, ഒരു കാല് കൂടെ വേണം. അപ്പുറത്തെ സൈഡ് കൂടെ ഒരു പൈപ്പ് കൊടുത്ത് അവനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തണം കേട്ടോ. ഈ തെങ്ങും കുറ്റി പോലെയുള്ള സാധനങ്ങളിലൊന്നും നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നടരുത്. നട്ടു കഴിഞ്ഞാൽ കാലക്രമേണ തെങ്ങും കുറ്റി ചെത്തുപോകും. നമ്മളുടെ വിലപ്പെട്ട കൃഷി ആ കൂടെ നശിച്ചു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെ 4ാമത് ഇവിടെ കൂടെ ഒരു ചെറിയ പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇതിനെ പിടിച്ചു നിർത്താൻ. അങ്ങനെ 4 പൈപ്പിൻ്റെ പുറത്താണ് നമ്മളിവനെ നിർത്തുന്നത്. അതെ, ഇതിനടിയിലോട്ട് സ്ലൈഡ് ചെയ്ത് നിൽക്കൂലേ? ഇതിൻ്റെ അടിയിൽ ഇത് കയറുമ്പോഴത്തേക്ക് ഇത് കെട്ട് ഊരിപ്പോവും. അല്ലെങ്കിൽ ഇതിന് പിടുത്തം ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോളേ ഈ പടർന്ന് നിൽക്കുന്ന തെങ്ങിനെ ഒന്ന് പിടിച്ചു കെട്ടിയേക്കാം. യെസ്, ഇവനിങ്ങനെ നിൽക്കട്ടെ. ഓരോ കമ്പിൻ്റെ അടിയിലത്തെ മണ്ണ് ചേട്ടന് ഇടിച്ച് ഉറപ്പിക്കുക കേട്ടോ. നിരത്ത് അല്ല, ഇടിച്ചുറപ്പിക്കുകയാണ്.
ഓരോ പൈപ്പിൻ്റെ മൂട്ടിലും മണ്ണ് ഇടിച്ചുറപ്പിച്ച് ചേട്ടൻ അതിനെ ഫിക്സ് ചെയ്യാണ്. ഫൈനലി 4 പൈപ്പ് കൊടുത്ത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1 അല്ല 4 എണ്ണം കൊടുത്തു. ഒരു കാറ്റത്തോ മഴയത്തോ ഒന്നും ഇവൻ താഴെ വീഴരുത്. അപ്പോളേ പഠിച്ച പാഠം ഇതാണേ, ഈ തെങ്ങിൻ്റെ മുട്ടി പോലെയുള്ള സാധനങ്ങളിലൊന്നും ഒരു സാധനവും കയറ്റി വിടരുത്. അതൊക്കെ എപ്പോൾ വേണേൽ ചെത്ത് പോകുന്ന സാധനങ്ങളാണ്. പിന്നെ ചെറിയ ടെമ്പററി ആയിട്ടുള്ള പയറ്, കോവല് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കയറ്റിവിടാം. കാരണം അതൊന്നും അധിക കാലം നിൽക്കുന്നതല്ല. ഒരു സീസണിലെ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെയൊക്കെ മുറിച്ച് കളയേണ്ടതാണ്. ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ കുറേയേറെ കാലം നിൽക്കുന്ന മരങ്ങളോ ചെടികളോ ഒന്നും ഇങ്ങനെയുള്ള തെങ്ങിൻ്റെ മുട്ടിയിൽ കയറ്റി വിടരുത്. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചതിൻ്റെ ആവേശത്തിൽ നമുക്ക് ബാക്കിയൂടെ നടാം അല്ലേ? ആവേശം മൂത്ത് നമ്മൾ ഇനി 3 ബക്കറ്റിൽ കൂടെ നടാം. ഒന്നുകൂടെ വേണോ ഹോള്? ഒരെണ്ണൂടെ വേണോ? മതിയാ? ഏറ്റവും ലോ കോസ്റ്റ് രീതിയാണ് നമ്മുടെ കൃഷിയല്ല. ഏറ്റവും ലോ കോസ്റ്റ് രീതിയാണ് നമ്മുടെ കൃഷിയല്ല. പെയിന്റ് ബക്കറ്റും അടിയിൽ ഞങ്ങൾ ചകിരി ഇട്ടു. ബക്കറ്റിന് ഹോൾ ഇട്ടു, അതിനുശേഷം ചകിരി ഇട്ടു. വെള്ളം ഒന്നും പൂൾ ചെയ്ത് കിടക്കുകയും ചെയ്യരുത്. എന്നാൽ എയർ സർക്കുലേഷൻ വേണം താനും. അതിനു വേണ്ടി നമ്മൾ ചകിരി അടി കൊടുത്തു. അടുത്തത് നമ്മുടെ പറമ്പിലെ കരികലകളാണ്. ചകിരി, അതിന് മുകളിൽ കരികല. പറമ്പിൽ കിടക്കുന്ന സകല കരികളെയും ഞങ്ങൾ ഇങ്ങനെ നടാൻ വേണ്ടി ഉപയോഗിക്കുക കേട്ടോ. ഒന്നും കളയാറില്ല. ഞങ്ങളുടെ കൃഷിയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം നമ്മളുടെ ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കുള്ള ബക്കറ്റുകൾ ഇങ്ങനെ നിറഞ്ഞു വരുന്നു. ചകിരിയായി, കരികലയായി. ഇനി അടുത്ത ലെയർ വരും. ഇപ്പോൾ അടുത്തത് മണ്ണ്. മണ്ണിനായിട്ട് ഇതേ നമ്മൾ നേരത്തെ ചാക്കിനകത്ത് നട്ടിരുന്ന എല്ലാ മണ്ണുകളും നമ്മളങ്ങ് എടുക്കുക. അതിന് നടുക്കൂടെ ഒരാൾ പോകുന്നുണ്ട്. കൊച്ചുവേ, ഈ ചാക്കിലൊക്കെ ഓരോ സാധനങ്ങൾ നട്ടിരുന്നതാണ്. അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്കും ചാക്ക് ഫ്രീ ആയി. അപ്പോൾ ഇത് നല്ല വളമുള്ള മണ്ണാണിതൊക്കെ. അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട് നമ്മൾ ഈ മണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചാക്കെല്ലാം ചെത്തുപോയി കേട്ടോ. ഇനി കരികലയുടെ മുകളിലേക്ക് മണ്ണാണ് അടുത്ത ലെയർ. അത് മുഴുവനിടുന്നില്ല കേട്ടോ. നമ്മുടെ ബക്കറ്റിൻ്റെ പകുതി പോർഷൻ വരെ മണ്ണ് നിറയ്ക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഇട്ട് കൊടുത്തതേ ഇതാണ്ടേ കൂട്ടുവളം. ഇതിനകത്ത് സകല സാധനങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഇനിയുള്ളത് ചാണകപ്പൊടി. അതാണ് നമ്മുടെ മെയിൻ താരം. ഇതാണ്ട് നമ്മുടെ ചാണകമാണ് ഇനി ഇടുന്നത്. അതാണ് കൂടുതലായിട്ട് വേണ്ടത്. നല്ല ചാണകപ്പൊടിയല്ലേ? കല്ലോ മണ്ണോ ഒന്നുമില്ല. നമ്മുടെ സ്വന്തം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പുകളാണ് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതേ അതാണ് അടുത്തതായിട്ട് നടുന്നത്. ഒരെണ്ണം ഉണ്ടെങ്കിലേ ആ ചെടിയിൽ നിന്ന് നമുക്ക് പല പല പീസസ് എടുക്കാം. ഇപ്പോഴും നമ്മുടെ വളങ്ങളും മണ്ണും എല്ലാം പകുതി വഴിക്കേ ആയിട്ടുള്ളൂ കേട്ടോ. ബക്കറ്റിൻ്റെ പകുതി പോർഷൻ ഫില്ലായി, ബാക്കി പോർഷൻ എല്ലാം ഫ്രീ ആയിട്ട് കിടക്കുക. ദേ ചേട്ടാ, ഇത് നോക്ക്, ഇതിന് നല്ലപോലെ വേരുമുണ്ട്. ഇത് മുറിച്ചിട്ട് ഇതങ്ങ് വെച്ചാൽ മതി.
ഇങ്ങനെ നമുക്ക് ഇത് നടാം. ഇവിടെ വെച്ച് മുറിച്ച് കഴിഞ്ഞാലേ ഒരു നല്ല പീസ് കിട്ടും. ആ വേര് കളയണ്ട. ആ ഇനി മണ്ണിട്ട് കൊടുക്കാം അല്ലേ? ഇതൊക്കെ ആകുമ്പോൾ അങ്ങ് പിടിക്കും, പെട്ടെന്ന് പിടിക്കും. മേഡം ഇതിനിപ്പോ ഒന്നും ചെയ്യരുത്, ചാണകം ഒന്നും ഇടണ്ട അല്ലേ? ആഴ്ചയിൽ ഒരു ദിവസം സകലത്തെ വെള്ളം കൊടുക്കുന്നുണ്ട്. ഓ വെള്ളം എന്നും വേണ്ട? വെള്ളമൊന്നും വേണ്ട, വെള്ളം വേണ്ട. മൂട് ഉണങ്ങിപ്പോയിരിക്കും, സകലത്തെ വെള്ളം കൊടുത്തു കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബക്കറ്റും കൂടെ ഫില്ലാകുവാണ്. എല്ലാത്തിനകത്ത് 2-3 കമ്പ് വീതം നട്ടിരിക്കുക കേട്ടോ. നട്ട ബക്കറ്റിനെ ഓരോന്നായിട്ട് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. ഇത് തണലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് വേര് പിടിച്ച് വരണമല്ലോ. അങ്ങനെ 4 പെയിൻറ്റ് ബക്കറ്റിലായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചെടിയൊക്കെ വളർന്ന് ഒരുവിധം വലുതായതിനു ശേഷം നമുക്ക് മാറ്റി വെച്ച് അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം.